ഹലോ, ഞാൻ ഡാനിയലച്ചൻ. ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 365 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസെൻഷൻ. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ആ കഥയിൽ നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 38. ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ: പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ 19ഉം 20ഉം, ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 74. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 19. ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം അതേ ദിവസം ഇസ്രായേല്യർ സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ചു. റഫീദീമിൽ നിന്ന് നീങ്ങി സീനായ് മരുഭൂമിയിൽ വന്ന് അവർ മരുഭൂമിയിൽ പാളയമടിച്ചു. അവിടെ മലയ്ക്ക് നേരെയാണ് ഇസ്രായേൽക്കാർ പാളയമടിച്ചത്. മോശ ദൈവത്തിൻ്റെ പക്കലേക്ക് കയറി. മലയിൽ നിന്ന് കർത്താവ് അവനോട് വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെ യാക്കോബിൻ്റെ ഭവനത്തോട് പറയണം, ഇസ്രായേല്യരോട് വിവരിക്കണം, ഞാൻ ഈജിപ്തുകാരോട് ചെയ്തത് നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങളെ കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദം സശ്രദ്ധം ശ്രവിക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ഭൂമി മുഴുവൻ എൻ്റേതാണെങ്കിലും എല്ലാ ജനങ്ങളെയുംകാൾ നിങ്ങൾ എനിക്ക് സ്വന്തമായ നിധിയായിരിക്കും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനതയുമായിരിക്കും. ഇസ്രായേല്യരോട് നീ പറയേണ്ട വാക്കുകളാണിവ. മോശ ചെന്ന് ജനശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് തന്നോട് കൽപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ജനമെല്ലാം ഒരുമിച്ച് മറുപടിയായി, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്കുകളുമായി കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ജനം അനുസരിക്കേണ്ടതിനും ഒപ്പം അവർ നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനുമായി ഇതാ ഞാൻ കനത്ത മേഘത്തിൽ നിന്റെ അടുത്തേക്ക് വരുന്നു. ജനത്തിൻ്റെ വാക്കുകൾ മോശ കർത്താവിനോട് ഉണർത്തിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇന്നും നാളെയും അവരെ വിശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകട്ടെ. 3-ാം ദിവസം അവർ ഒരുങ്ങിയിരിക്കട്ടെ. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ്റെയും കൺമുമ്പാകെ കർത്താവ് സീനായി മലയിൽ ഇറങ്ങി വരും. മലയിൽ കയറാതെയും അതിൻ്റെ അതിർത്തി തൊടാതെയും നിങ്ങൾ ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞ് നീ ജനത്തെ ചുറ്റും നിയന്ത്രിച്ചു നിർത്തുവിൻ. മലയെ സ്പർശിക്കുന്ന ആരും തീർച്ചയായും വധിക്കപ്പെടും. ഒരു കരവും അവനെ തുടരുത്, മറിച്ച് അവൻ നിഷ്ഠുരം കല്ലെറിയപ്പെടണം, അല്ലെങ്കിൽ നിർദ്ദയം അമ്പെയ്യപ്പെടണം. മൃഗമായാലും മനുഷ്യനായാലും അത് ജീവനോടെ ഇരിക്കരുത്. കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയിൽ കയറിക്കൊള്ളട്ടെ. മോശ മലയിൽ നിന്ന് ജനത്തിൻ്റെ പക്കലേക്ക് ഇറങ്ങിച്ചെന്ന് ജനത്തെ വിശുദ്ധീകരിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. അവൻ ജനത്തോട് പറഞ്ഞു, 3 ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. നിങ്ങൾ സ്ത്രീയെ സമീപിക്കാൻ പാടില്ല. 3-ാം ദിവസം പ്രഭാതമായപ്പോൾ മലമുകളിൽ ഇടിമുഴക്കങ്ങളും മിന്നൽ പിണറുകളും കനത്ത ഒരു മേഘവും ഉണ്ടായി. അതിശക്തമായ കാഹളധ്വനിയും. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു. ദൈവത്തെ കണ്ടുമുട്ടാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ അവരോഹണം ചെയ്യുകയാൽ സീനായി മല മുഴുവൻ പുകഞ്ഞു. അതിൻ്റെ പുക ചൂളയുടെ പുക പോലെ ഉയർന്നു. മലയൊന്നാകെ പ്രകമ്പനം കൊണ്ടു. കാഹളധ്വനി ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം അവനോട് ഇടിമുഴക്കത്തിൽ ഉത്തരമരുളുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് സീനായി മലമേൽ മലമുകളിലേക്ക് ഇറങ്ങി വന്നു. കർത്താവ് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കർത്താവിൻ്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി അതിക്രമിച്ച് കടക്കാതിരിക്കാനും അങ്ങനെ അവരിൽ അനേകർ നിബദിക്കാതിരിക്കാനും വേണ്ടി നീ ഇറങ്ങിച്ചെന്ന് ജനത്തെ താക്കീത് ചെയ്യുക. കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങൾക്കെതിരായി കർത്താവ് കോപിഷ്ഠനാകാതിരിക്കാൻ സ്വയം വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, സീനായ് മലയിലേക്ക് കയറാൻ ജനത്തിന് സാധിക്കുകയില്ല. എന്തെന്നാൽ മലയ്ക്ക് അതിർത്തി നിശ്ചയിക്കുക, അതിനെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞ് അങ്ങ് തന്നെ ഞങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുള്ളതാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇറങ്ങിച്ചെല്ലുക. എന്നിട്ട് നീയും നിന്നോടൊപ്പം അഹറോനും കയറി വരിക. എന്നാൽ കർത്താവ് തങ്ങളോട് കുപിതനാകാതിരിക്കാൻ പുരോഹിതന്മാരും ജനവും അവിടുത്തെ പക്കലേക്ക് അതിക്രമിച്ച് കയറി വരാതിരിക്കട്ടെ. മോശ ജനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് നിർദ്ദേശം നൽകി. പുറപ്പാട് അധ്യായം 20.
ദൈവം ഈ വചനങ്ങളെല്ലാം ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഞാനാകുന്നു അടിമകളുടെ ഭവനമായ ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ്. എൻ്റെ മുമ്പിൽ നിനക്ക് മറ്റ് ദൈവങ്ങളുണ്ടാകരുത്. മുകളിൽ ആകാശങ്ങളിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ ജലത്തിലോ ഉള്ളവയുടെ വിഗ്രഹമോ ഏതെങ്കിലും സ്വരൂപമോ നീ നിനക്കായി ഉണ്ടാക്കരുത്. അവയ്ക്ക് നീ ആരാധന അർപ്പിക്കരുത്. അവയെ സേവിക്കുകയും അരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെ വെറുക്കുന്നവരെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും 3-ാം തലമുറ മേലും 4-ാം തലമുറ മേലും ചുമത്തുന്ന തീക്ഷ്ണമതിയായ ദൈവം. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവരോടും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരോടും 1000 തലമുറകളിലേക്ക് കാരുണ്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ നീ ഉപയോഗിക്കരുത്. എന്തെന്നാൽ തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് കുറ്റവിമുക്തനാക്കുകയില്ല. സാബത്ത് ദിവസം വിശുദ്ധീകരിക്കാൻ അതിനെ അനുസ്മരിക്കണം. 6 ദിവസം നീ അധ്വാനിച്ച് നിന്റെ എല്ലാ ജോലിയും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. നീ ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനും മകളും, നിന്റെ ദാസനും ദാസിയും, നിന്റെ കന്നുകാലിയും, നിന്റെ പടികൾക്കകത്തുള്ള പ്രവാസിയും. കാരണം 6 ദിവസം കൊണ്ട് കർത്താവ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അപ്രകാരം സാബത്ത് ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും നീ ബഹുമാനിക്കണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന മണ്ണിൽ നിന്റെ ദിനങ്ങൾ ദീർഘിക്കേണ്ടതിനാണിത്. കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരെ വ്യാജ സാക്ഷ്യം പറയരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ അവൻ്റെ കാളയെയോ കഴുതയെയോ അവനുള്ള എന്തെങ്കിലുമോ മോഹിക്കരുത്. ജനമെല്ലാം ഇടിമുഴക്കങ്ങളും മിന്നൽ പിണറുകളും കാഹളധ്വനിയും പുകയുന്ന പർവ്വതവും കാണുകയായിരുന്നു. ജനം ഭയന്ന് വിറച്ച് ദൂരെ മാറി നിന്നു. അവർ മോശയോട് പറഞ്ഞു: നീ തന്നെ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേൾക്കട്ടെ. ഞങ്ങൾ മരിക്കാതിരിക്കാൻ ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. മോശ ജനത്തോട് പറഞ്ഞു: ഭയപ്പെടേണ്ട. കാരണം ദൈവം വന്നിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കുന്നതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കത്തക്ക വിധം നിങ്ങളുടെ മുമ്പിൽ അവിടുത്തെ ഭയം ഉണ്ടാകേണ്ടതിനുമാണ്. ജനം ദൂരെ മാറി നിന്നു. എന്നാൽ ദൈവം സന്നിഹിതനായിരുന്ന മേഘത്തെ മോശ സമീപിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു: ഇസ്രായേലിയരോട് നീ ഇങ്ങനെ പറയുക: ആകാശത്ത് നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ. എനിക്കൊപ്പം നിങ്ങൾ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെ ഉണ്ടാക്കരുത്, സ്വർണം കൊണ്ടുള്ള ദേവന്മാരെയും നിങ്ങൾക്കായി ഉണ്ടാക്കരുത്. നീ എനിക്കായി മൺബലിപീഠം പണിയണം. അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളായും സമാധാനയാഗങ്ങളായും നിന്റെ ആടിനെയും കന്നുകാലിയെയും അർപ്പിക്കുക. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്ന സ്ഥലത്തെല്ലാം നിന്റെ അടുക്കൽ വരികയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കല്ലുകൾ കൊണ്ടുള്ള ബലിപീഠമാണെങ്കിൽ നീ അവ കുത്തിപ്പണിയരുത്. കാരണം അതിന്മേൽ നിന്റെ ഉളി പായിക്കുമ്പോൾ നീ അത് അശുദ്ധമാക്കുകയാണ്. എൻ്റെ ബലിപീഠത്തിന്മേൽ നിന്റെ നഗ്നത വെളിപ്പെടാതിരിക്കാൻ വേണ്ടി നീ അതിന്മേൽ പടികളിലൂടെ കയറരുത്. ലേവ്യർ അധ്യായം 13. കർത്താവ് മോശയോടും അഹറോനോടും ഇപ്രകാരം വചിച്ചു: ഒരു മനുഷ്യന് ശരീരചർമ്മത്തിൽ തിണർപ്പോ ചുണങ്ങോ പാണ്ടോ ഉണ്ടാവുകയും അതവൻ്റെ ശരീരചർമ്മത്തിൽ കുഷ്ഠത്തിൻ്റെ അടയാളമാവുകയും ചെയ്താൽ പുരോഹിതനായ അഹറോൻ്റെയോ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവൻ്റെയോ അടുക്കൽ അവൻ കൊണ്ടുവരപ്പെടട്ടെ. പുരോഹിതൻ ശരീരചർമ്മത്തിലെ വ്രണം പരിശോധിക്കണം. വ്രണത്തിലെ രോമം വെളുപ്പായിത്തീരുകയും വ്രണം അവൻ്റെ ശരീരചർമ്മത്തേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുകയും ചെയ്താൽ അത് കുഷ്ഠബാധയാണ്. പുരോഹിതൻ അത് പരിശോധിച്ച് അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. എന്നാൽ അവൻ്റെ ശരീരചർമ്മത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും അത് തൊലിയേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുകയോ രോമം വെളുത്തതായി മാറുകയോ ചെയ്തിട്ടില്ലെങ്കിൽ വ്രണമുള്ളവനെ 7 ദിവസത്തേക്ക് പുരോഹിതൻ മാറ്റി പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം. അവൻ്റെ നോട്ടത്തിലിതാ വ്രണം ത്വക്കിൽ വ്യാപിക്കാതെ നിൽക്കുകയാണ്. പുരോഹിതൻ അവനെ രണ്ടാമതും 7 ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ രണ്ടാമതും പരിശോധിക്കണം. ഇതാ വ്രണം മങ്ങിയിട്ടുണ്ട്, ത്വക്കിൽ വ്രണം വ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. അത് ചുണങ്ങാണ്. അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകട്ടെ, അവൻ ശുദ്ധിയുള്ളവനാണ്. തന്നെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുന്നതിന് ഒരുവൻ പുരോഹിതന്റെ പക്കൽ ഹാജരായതിനു ശേഷം ചുണങ്ങ് ചർമ്മത്തിൽ പരക്കെ വ്യാപിക്കുകയാണെങ്കിൽ അവൻ പുരോഹിതന്റെ പക്കൽ രണ്ടാമതും ഹാജരാകണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ ചർമ്മത്തിൽ ചുണങ്ങ് വ്യാപിച്ചിരിക്കുന്നു. പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠമാണ്. ഒരു മനുഷ്യനിൽ കുഷ്ഠബാധയുണ്ടായാൽ അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ ചർമ്മത്തിൽ വെളുത്ത തിണർപ്പ്, അത് രോമത്തെയും വെളുപ്പിച്ചിരിക്കുന്നു. തിണർപ്പിൽ പുണ്ണിന്റെ പൊടിപ്പ്, അത് അവൻ്റെ ശരീരചർമ്മത്തിൽ പഴകിയ കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം.
അവൻ മലിനനാകയാൽ അവനെ മാറ്റി പാർപ്പിക്കേണ്ടതില്ല. കുഷ്ഠം ചർമ്മത്തിൽ വ്യാപകമായി തിണർക്കുകയും പുരോഹിതന്റെ കാഴ്ചയെത്തുന്നിടത്തെല്ലാം ഉച്ചി മുതൽ പാദങ്ങൾ വരെ വ്രണമുള്ളവന്റെ തൊലി മുഴുവൻ കുഷ്ഠം മൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ പരിശോധിക്കണം. ഇതാ കുഷ്ഠം അവന്റെ ശരീരം മുഴുവൻ മൂടിയിരിക്കുന്നു. അവൻ വ്രണമുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. ആകെ വെളുത്തതായി മാറിയതുകൊണ്ട് അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ പുണ്ണ് അവനിൽ കാണപ്പെടുന്ന ദിനം അവൻ മലിനനായിത്തീരും. പുരോഹിതൻ പുണ്ണ് പരിശോധിച്ച് അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. പുണ്ണ് മലിനമാണ്, അത് കുഷ്ഠമാണ്. എന്നാൽ പുണ്ണ് മാറുകയും വെളുത്തതായി പരിണമിക്കുകയും ചെയ്താൽ അവൻ പുരോഹിതന്റെ പക്കൽ പോകണം. പുരോഹിതൻ അവനെ പരിശോധിക്കുമ്പോൾ ഇതാ ആ വ്രണം വെളുത്തതായി മാറിയിരിക്കുന്നു. എങ്കിൽ പുരോഹിതൻ വ്രണമുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. അവൻ ശുദ്ധിയുള്ളവനാണ്. ഒരുവന്റെ തൊലിപ്പുറത്ത് കുമിളയുണ്ടാവുകയും പിന്നീട് മാംസം സുഖപ്പെടുകയും ചെയ്തിരിക്കെ കുമിളയുടെ സ്ഥാനത്ത് വെളുത്ത തടിപ്പോ വെളുത്തു ചുമന്ന പാണ്ടോ ഉണ്ടായാൽ അവൻ പുരോഹിതന്റെ പക്കൽ ഹാജരാകണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ അത് തൊലിയേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുന്നു. അതിൻ്റെ രോമം വെളുത്തതായി പരിണമിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. കുമിളപ്പിൽ തിണർത്ത കുഷ്ഠബാധയാണത്. എന്നാൽ പുരോഹിതൻ അത് പരിശോധിക്കുമ്പോൾ ഇതാ അതിൽ വെളുത്ത രോമമില്ല, ചർമ്മത്തെക്കാൾ അത് കുഴിഞ്ഞിട്ടില്ല, അത് മങ്ങിയിട്ടുമുണ്ട്. എങ്കിൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കണം. അത് ത്വക്കിൽ പരക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് ബാധയാണ്. പാണ്ട് വ്യാപിക്കാതെ തലസ്ഥാനത്ത് നിന്നാൽ അത് കുമിളപ്പിന്റെ വടുവാണ്. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. ഒരുവന്റെ ശരീരചർമ്മത്തിൽ തീപ്പൊള്ളലിന്റെ പാടുണ്ടായിരിക്കുകയും പൊള്ളലിന്റെ പൊടിപ്പ് അരണ്ട് ചമന്നതോ വെളുത്തതോ ആയ പാണ്ടായിരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം. ഇതാ പാണ്ടിലെ രോമം വെളുത്തതായി മാറിയിരിക്കുന്നു, അത് ചർമ്മത്തെക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ അത് പൊള്ളലിൽ തിണർത്ത കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠബാധ തന്നെ. മറിച്ച് പുരോഹിതൻ അത് പരിശോധിക്കുമ്പോൾ ഇതാ പാണ്ടിലെ രോമം വെളുത്തതല്ല, ചർമ്മത്തെക്കാൾ അത് കുഴിഞ്ഞതല്ല, അത് മങ്ങിയിട്ടുണ്ട്. എങ്കിൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം. അത് ചർമ്മത്തിൽ പരക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠബാധയാണ്. എന്നാൽ പാണ്ട് ചർമ്മത്തിൽ വ്യാപിക്കാതെ തലസ്ഥാനത്ത് നിൽക്കുകയും മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് പൊള്ളലിന്റെ തടിപ്പാണ്. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ അത് പൊള്ളലിന്റെ വടുവാണ്. ഒരു പുരുഷനോ സ്ത്രീക്കോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ വ്രണം പരിശോധിക്കണം. ഇതാ അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുന്നു, അതിലെ രോമം നേർത്തതും മഞ്ഞയുമാണ്. എങ്കിൽ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് ചിരങ്ങാണ്, തലയിലെയോ താടിയിലെയോ കുഷ്ഠം തന്നെ. പുരോഹിതൻ ചിരങ്ങ് ബാധ പരിശോധിക്കുമ്പോൾ ഇതാ അതിൻ്റെ ദൃശ്യം ത്വക്കിനേക്കാൾ കുഴിഞ്ഞതല്ല, എന്നാൽ അതിൽ കറുത്ത രോമമില്ല താനും. എങ്കിൽ 7 ദിവസത്തേക്ക് ചിരങ്ങ് ബാധിതനെ മാറ്റിപ്പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ വ്രണം പരിശോധിക്കുമ്പോൾ ഇതാ ചിരങ്ങ് വ്യാപിച്ചിട്ടില്ല, അതിൽ മഞ്ഞ രോമമില്ല, ചിരങ്ങിൻ്റെ ദൃശ്യമാകട്ടെ ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമല്ല. അയാൾ സ്വയം ക്ഷൗരം ചെയ്യണം, എന്നാൽ ചിരങ്ങ് ക്ഷൗരം ചെയ്യരുത്. പുരോഹിതൻ ചിരങ്ങുള്ളയാളെ രണ്ടാമതും 7 ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ ചിരങ്ങ് പരിശോധിക്കുമ്പോൾ ഇതാ ചിരങ്ങ് ത്വക്കിൽ വ്യാപിച്ചിട്ടില്ല, അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം, അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ത്വക്കിൽ ചിരങ്ങ് വ്യാപകമായി പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം. ഇതാ ത്വക്കിൽ ചിരങ്ങ് പടർന്നിരിക്കുന്നു. പുരോഹിതൻ മഞ്ഞരോമം സൂക്ഷ്മമായി തിരയേണ്ടതില്ല, അവൻ മലിനനാണ്. അവൻ്റെ നോട്ടത്തിൽ ചിരങ്ങ് നിലനിൽക്കുന്നെങ്കിലും അതിൽ കറുത്ത രോമം കിളിർത്തിട്ടുണ്ടെങ്കിൽ ചിരങ്ങ് സുഖപ്പെട്ടിരിക്കുന്നു, അവൻ ശുദ്ധിയുള്ളവനാണ്. അവനെ പുരോഹിതൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തൻ്റെ ശരീരചർമ്മത്തിൽ പാണ്ടുകളുണ്ടായാൽ പാണ്ടുകൾ വെളുത്തതാണെങ്കിൽ പുരോഹിതൻ പരിശോധിക്കണം. ഇതാ അയാളുടെ ശരീരചർമ്മത്തിൽ മങ്ങിയ വെള്ളപ്പാണ്ടുകൾ, എങ്കിൽ അത് ത്വക്കിൽ തിണർക്കുന്ന ചുണങ്ങാണ്, അയാൾ ശുദ്ധിയുള്ളവനാണ്. തൻ്റെ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരുവൻ കഷണ്ടിയാണ്, അവൻ ശുദ്ധിയുള്ളവൻ തന്നെ. നെറ്റിയുടെ മേൽഭാഗത്ത് നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ മുൻകഷണ്ടിയാണ്, അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ വെളുത്തു ചുമന്ന വ്രണമുണ്ടെങ്കിൽ അത് അവൻ്റെ മുൻകഷണ്ടിയിലോ പിൻകഷണ്ടിയിലോ തിണർത്ത കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ പരിശോധിക്കുമ്പോൾ ഇതാ അവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ശരീരചർമ്മ കുഷ്ഠത്തിൽ കാണും വിധം വെളുത്തു ചുമന്ന വ്രണത്തിൻ്റെ തടിപ്പ്, എങ്കിലവൻ കുഷ്ഠരോഗിയും മലിനനുമാണ്. അവൻ്റെ ശിരസിലെ വ്രണത്തെ പ്രതി പുരോഹിതൻ അവനെ തീർത്തും മലിനനെന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠരോഗബാധയുള്ളവൻ്റെ വസ്ത്രങ്ങൾ കീറിയതായിരിക്കണം, അവൻ്റെ ശിരസ് അനാവൃതമായിരിക്കണം, അവൻ മേൽചുണ്ട് മറച്ചിരിക്കണം.
മലിനൻ മലിനൻ എന്ന് അവൻ വിളിച്ചു പറയുകയും വേണം. തന്നിൽ രോഗമുള്ള കാലത്തെല്ലാം അവൻ മലിനനായിരിക്കും. അവൻ മലിനൻ തന്നെ. അവൻ തനിച്ച് താമസിക്കണം. പാളയത്തിന് വെളിയിലായിരിക്കും അവൻ്റെ വാസസ്ഥലം. വസ്ത്രത്തിലുള്ള കുഷ്ഠബാധ, അത് കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ ചണത്തിൻ്റെയോ കമ്പിളിയുടെയോ ഊടിലോ പാവിലോ തുകലിലോ ഏതെങ്കിലും തുകലുൽപ്പന്നത്തിലോ ആകാം. വസ്ത്രത്തിലോ തുകലിലോ ഊടിലോ പാവിലോ ഏതെങ്കിലും തുകലുപകരണത്തിലോ പച്ചയോ ചുമപ്പോ ആയ പുള്ളിക്കുത്തുണ്ടെങ്കിൽ അത് കുഷ്ഠബാധയാണ്. അത് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ പുള്ളിക്കുത്ത് പരിശോധിച്ച ശേഷം 7 ദിവസത്തേക്ക് പുള്ളിക്കുത്തുള്ളതിനെ അടച്ചു സൂക്ഷിക്കണം. 7-ാം ദിവസം അവൻ പുള്ളിക്കുത്ത് പരിശോധിക്കണം. പുള്ളിക്കുത്ത് വസ്ത്രത്തിലോ ഊടിലോ പാവിലോ തുകലിലോ ഏതെങ്കിലും തുകലുൽപ്പന്നത്തിലോ പടർന്നിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കുത്ത് ഉപദ്രവകാരിയായ കുഷ്ഠമാണ്. അത് മലിനമാണ്. പുള്ളിക്കുത്തുള്ള വസ്ത്രമാകട്ടെ കമ്പിളിയിലെയോ ചണത്തിലെയോ ഊടോ പാവോ ആകട്ടെ ഏതെങ്കിലും തുകലുപകരണമാകട്ടെ അവനത് കത്തിച്ചു കളയണം. എന്തെന്നാൽ അത് ഉപദ്രവകരമായ കുഷ്ഠമാണ്. അത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ വസ്ത്രത്തിലോ ഊടിലോ പാവിലോ ഏതെങ്കിലും തുകലുപകരണത്തിലോ പുള്ളിക്കുത്ത് വ്യാപിച്ചിട്ടില്ല എങ്കിൽ പുള്ളിക്കുത്തുള്ളത് അവർ കഴുകിയെടുക്കണമെന്ന് പുരോഹിതൻ കൽപ്പിക്കണം. അവനത് 2-മതും 7 ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം. കഴുകിയ ശേഷം പുരോഹിതൻ പുള്ളിക്കുത്ത് പരിശോധിക്കുമ്പോൾ ഇതാ പുള്ളിക്കുത്ത് തനത് നിറം മാറ്റിയിട്ടില്ല. അപ്പോൾ പുള്ളിക്കുത്ത് വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് മലിനമാണ്. നീ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. അതിൻ്റെ അകത്തായാലും പുറത്തായാലും കരിമ്പനാണ്. എന്നാൽ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ അത് കഴുകപ്പെട്ട ശേഷം പുള്ളിക്കുത്ത് മങ്ങിയിരിക്കുന്നു. വസ്ത്രത്തിൽ നിന്നോ തുകലിൽ നിന്നോ ഊടിൽ നിന്നോ പാവിൽ നിന്നോ ആകട്ടെ അവനത് കീറിക്കളയണം. വസ്ത്രത്തിലോ ഊടിലോ പാവിലോ ഏതെങ്കിലും തുകലുപകരണത്തിലോ അത് പിന്നെയും കാണപ്പെടുന്നെങ്കിൽ അത് പടരുകയാണ്. പുള്ളിക്കുത്തുള്ള അത് നീ അഗ്നിയിൽ ദഹിപ്പിക്കണം. എന്നാൽ വസ്ത്രമോ ഊടോ പാവോ ഏതെങ്കിലും തുകലുപകരണമോ നീ കഴുകുമ്പോൾ അവയിൽ നിന്ന് പുള്ളിക്കുത്ത് അപ്രത്യക്ഷമാകുന്നെങ്കിൽ 2-മതും അത് കഴുകപ്പെടണം. അപ്പോൾ അത് ശുദ്ധിയുള്ളതാകും. കമ്പിളിയുടെയോ ചണത്തിൻ്റെയോ വസ്ത്രമോ ഊടോ പാവോ തുകലുപകരണങ്ങൾ എന്തെങ്കിലുമോ സംബന്ധിച്ച് അത് ശുദ്ധമെന്നോ മലിനമെന്നോ പ്രഖ്യാപിക്കാനുള്ള കുഷ്ഠബാധാ നിയമം ഇതാകുന്നു. സങ്കീർത്തനങ്ങൾ 74. ആസാഫിൻ്റെ പ്രബോധന ഗീതം. ദൈവമേ, എന്തുകൊണ്ടാണ് എന്നേക്കുമായി അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞത്? അങ്ങയുടെ മേച്ചിൽപ്പുറത്തെ ആട്ടിൻപറ്റത്തിനെതിരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നത്. അങ്ങ് പണ്ടേ സ്വന്തമാക്കിയ അങ്ങയുടെ സമൂഹത്തെ, അങ്ങയുടെ അവകാശമായി അങ്ങ് വീണ്ടെടുത്ത ഗോത്രത്തെ, അങ്ങ് വസിച്ചിരുന്ന ഈ സിയോൻ മലയെ സ്മരിക്കണമേ. ഏറെക്കാലമായ നഷ്ടാവശിഷ്ടങ്ങളിലേക്ക് അങ്ങയുടെ കാലടികൾ ഉയർത്തണമേ. വിശുദ്ധ സ്ഥലത്തുള്ളതെല്ലാം ശത്രു പങ്കിലമാക്കിയിരിക്കുന്നു. തിരുസമ്മേളന മധ്യേ അങ്ങയുടെ എതിരാളികൾ അലറി. അവർ തങ്ങളുടെ പതാകകൾ അടയാളങ്ങളായി സ്ഥാപിച്ചു. നിബിഡ വനത്തിൽ മഴുക്കൾ മുകളിലേക്ക് ഉയർത്തുന്നത് പോലെയാണ് അത് തോന്നിപ്പിച്ചത്. ഇതാ അതിൻ്റെ കൊത്തുപണികൾ ഒന്നടങ്കം അവർ കൂടം കൊണ്ടും കോടാലികൾ കൊണ്ടും തകർത്തു. അവർ അങ്ങയുടെ ശ്രീകോവിൽ അഗ്നിക്കിരയാക്കി. തിരുനാമനിവാസം അവർ നിലം വരെ പങ്കിലമാക്കി. അവർ തങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു, നമുക്കവരെ ഒന്നടങ്കം ഞെരുക്കാം. ദേശത്ത് തമ്പുരാൻ്റേതായുള്ള സമ്മേളന കേന്ദ്രങ്ങളെല്ലാം അവർ തീയിട്ടു. ഞങ്ങളുടെ അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നില്ല. ഇനിയും പ്രവാചകനായി ആരുമില്ല. ഇതൊക്കെ എന്നുവരെ എന്നറിയുന്നവനും ഞങ്ങളോടൊപ്പമില്ല. ദൈവമേ, വൈരി എത്ര നാൾ പരിഹസിക്കും? ശത്രു എന്നേക്കും തിരുനാമം ഭത്സിക്കുമോ? എന്തുകൊണ്ടാണ് അങ്ങയുടെ കൈ അങ്ങ് പിൻവലിച്ചിരിക്കുന്നത്? മടിക്കുള്ളിൽ നിന്ന് അങ്ങേ വലം കൈ പുറത്തെടുത്ത് അവനെ ഇല്ലായ്മ ചെയ്യണമേ. ദൈവമേ, പണ്ട് മുതലുള്ള എൻ്റെ രാജാവേ, ഭൂമധ്യേ രക്ഷാകരകൃത്യങ്ങൾ ചെയ്യുന്നവനെ, അങ്ങാണ് കടലിനെ അങ്ങയുടെ ശക്തിയാൽ വിഭജിച്ചത്, ജലത്തിന്മേലുള്ള സത്വങ്ങളുടെ തലകൾ പിളർന്നതും. അങ്ങാണ് ലെവിയാഥാന്റെ തലകൾ തകർത്തത്, അതിനെ അരണ്യവാസികളായ വർഗത്തിന് ആഹാരമായി കൊടുത്തതും. അങ്ങാണ് ഉറവയും ചോലയും പൊട്ടിച്ചുവിട്ടത്, അങ്ങാണ് ഒഴുക്കുള്ള നദികൾ വറ്റിച്ചത്. പകൽ അങ്ങയുടേതാണ്, രാത്രിയും അങ്ങയുടേത് തന്നെ. അങ്ങാണ് ജ്യോതിസിനെയും സൂര്യനെയും സ്ഥാപിച്ചത്. അങ്ങാണ് ഭൂമിയുടെ അതിരുകളെല്ലാം വ്യവസ്ഥാപിതമാക്കിയത്. ഗ്രീഷ്മവും ഹേമന്തവും അങ്ങാണ് രൂപകൽപ്പന ചെയ്തത്. ദൈവമേ, തിരുനാമത്തെ ശത്രു പരിഹസിക്കുന്നെന്നും ഭോഷജനം ഭത്സിക്കുന്നെന്നുമുള്ള വസ്തുത ഓർക്കണമേ. അങ്ങയുടെ പ്രാവിൻ്റെ പ്രാണൻ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ. അങ്ങയുടെ അഗതികളുടെ ജീവൻ എന്നേക്കും മറക്കരുതേ. ഉടമ്പടിയോട് പരിഗണന കാട്ടണമേ. ഭൂമിയുടെ ഇരുളിടങ്ങളിൽ അക്രമസങ്കേതങ്ങൾ നിറയുകയാണല്ലോ. മർദ്ദിതൻ അപമാനിതനായി മടങ്ങാതിരിക്കട്ടെ. അഗതിയും ദരിദ്രനും തിരുനാമം സ്തുതിക്കട്ടെ. ദൈവമേ, എഴുന്നേറ്റ് അങ്ങയുടെ വ്യവഹാരം വാദിക്കണമേ. ഭോഷനിൽ നിന്ന് അങ്ങയ്ക്കെതിരായി ദിനം മുഴുവനുമുള്ള അപമാനം ഓർക്കണമേ. അങ്ങയുടെ എതിരാളികളുടെ സ്വരം, പ്രതിയോഗികളുടെ നിരന്തരം ഉയരുന്ന അട്ടഹാസം മറക്കരുതേ.
പ്രിയപ്പെട്ടവരെ, 38-ാമത്തെ ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ വചനവായനയുടെ തീക്ഷ്ണതയ്ക്കും താല്പര്യത്തിനും ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും അനുഗ്രഹവും കാണാൻ നിങ്ങൾക്കിടയാവുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ യാത്ര തുടരുകയാണ്. 38-ാമത്തെ ഈ ദിവസം നാം വായിച്ച ഭാഗത്ത് നിന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യാത്ര 3 മാസം പിന്നിട്ടു എന്ന് നാം തിരിച്ചറിയുന്നു. യാത്ര സീനായ് മലയുടെ അടിവാരത്തിലെത്തിച്ചേരുകയാണ്. അവരുമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് മോശയിലൂടെ കർത്താവ് ജനത്തെ അറിയിക്കുന്നു. അപ്പോൾ ജനം ഉടമ്പടിയിലേർപ്പെടാൻ തങ്ങൾ സന്നദ്ധരാണെന്നുള്ള സമ്മതം മോശ വഴിയായി ദൈവത്തെ അറിയിക്കുമ്പോഴാണ് ദൈവം സീനായ് മലയിൽ ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന പുതിയ നിയമ ഭാഗം ഇതിൻ്റെ ഒരു സമാന്തരമായി വായിച്ചെടുക്കാൻ കഴിയും. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നോക്കുക, പഴയ നിയമ കൽപ്പനകൾ നൽകപ്പെട്ടത് ഒരു ബന്ധത്തിലും ഒരു ഉടമ്പടിയിലുമാണ്. ഈ കുടുംബ ബന്ധത്തിൻ്റെ വെളിയിൽ നിന്ന് നിങ്ങൾ നിയമങ്ങളെ വായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പഴയ നിയമത്തിൽ നൽകപ്പെട്ട കൽപ്പനകൾ നമുക്ക് ഭാരമായി അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. സ്നേഹത്തിൽ നമ്മൾ എത്ര ദൂരം വേണമെങ്കിലും പോകാൻ സന്നദ്ധരാണ്, എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇതുവരെ വായിച്ചു വന്ന വചനഭാഗത്ത് നിന്ന് ആദാമിനോടും നോഹയോടും അബ്രഹാമിനോടും ദൈവം ചെയ്ത ഉടമ്പടികൾക്ക് ശേഷം മോശയിലൂടെ ദൈവം നിർവഹിക്കുന്ന സീനായ് ഉടമ്പടിയുടെ പശ്ചാത്തലമാണിത്. ഈ ഉടമ്പടി ദൈവം ചെയ്യുന്നത് ഒരു ജനതയോടാണ്. ആദാമ്യ ഉടമ്പടി ഒരു ദമ്പതികളോടായിരുന്നെങ്കിൽ, നോഹയുമായുള്ള ഉടമ്പടി ഒരു കുടുംബത്തോടായിരുന്നെങ്കിൽ, അബ്രഹാമിനോടുള്ള ഉടമ്പടി ഒരു ഗോത്രത്തോടായിരുന്നെങ്കിൽ, സീനായ് ഉടമ്പടി ഒരു ജനതയോടാണ്, ഇസ്രായേൽ എന്ന ഒരു ജനതയോട്. ആ ഉടമ്പടി അനുസരിച്ചാണ് അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനത, വിശുദ്ധ ജനം, പുരോഹിത രാജ്യം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ആ ജനതയുടെ ജീവിതചര്യ എപ്രകാരമായിരിക്കണമെന്നതിൻ്റെ വിശദാംശങ്ങളാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വായനകൾ. നമുക്ക് നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, ജീവിതക്രമങ്ങളുണ്ട്, നാം പാലിക്കേണ്ട കൽപ്പനകളുണ്ട്. പക്ഷേ ഓർക്കണം, എല്ലാം ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സീനായ് മലയിൽ വെച്ച് ഇപ്രകാരം ദൈവം നിയമം നൽകിയതിൻ്റെ വാർഷികാചരണമായിരുന്നു പെന്തക്കോസ്താ തിരുനാളിൽ യഹൂദൻ നടത്തിയിരുന്നത്. ശ്രദ്ധാപൂർവമാണ് നിങ്ങൾ ഇതുവരെയും വായിച്ചതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹോറേബ് മലയെന്നായിരുന്നു ഈ മലയുടെ പേര് ഇതുവരെ. ഇവിടെ വെച്ചത് സീനായ് എന്ന് മാറ്റുകയാണ്. എന്താണ് ഈ പേര് മാറ്റത്തിൻ്റെ പിന്നിലെ രഹസ്യം? മുൾപ്പടർപ്പിൽ ദൈവത്തെ മോശ കണ്ട സ്ഥലമായിരുന്നല്ലോ ഹോറേബ്. മുൾപ്പടർപ്പ് അഥവാ ബുഷ് എന്നതിൻ്റെ ഹെബ്രായ പദം സീനേ എന്നാണ്, SENE. മുൾപ്പടർപ്പിലൂടെ ദൈവത്തെ മോശ കണ്ട ആ ദൈവാനുഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാവണം ഈ മല ഇനി സീനായ് മല എന്ന് വിളിക്കപ്പെടാൻ പോകുന്നത്. ആദിജാതന്മാരെ തനിക്ക് സമർപ്പിക്കണമെന്ന് ദൈവം പെസഹായുടെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നോർക്കുന്നുണ്ടല്ലോ. എന്തിനായിരുന്നു അത്? പുരോഹിത ശുശ്രൂഷ നിർവഹിക്കാനായിട്ടായിരുന്നു. ആദിജാതന്മാരുടെ ജോലിയായിരുന്നു പുരോഹിത ശുശ്രൂഷ നിർവഹിക്കുക എന്നത്. ഓരോ വീട്ടിലെയും ആദിജാതന്മാരായിരുന്നു ആരംഭകാലങ്ങളിലെ പുരോഹിതന്മാർ. ഇസ്രായേൽ ദൈവത്തിൻ്റെ ആദിജാതൻ എന്ന നിലയിൽ പുരോഹിത രാജ്യമായി മാറുകയാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ആദിജാതൻ എന്ന നിലയിലാണ് പുരോഹിത രാജ്യം എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആർക്കു വേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു ഇസ്രായേൽ? തീർച്ചയായും അത് മറ്റ് ജനതകൾക്ക് വേണ്ടിയാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ നിറവേറലിൻ്റെ ഭാഗമായിരുന്നു ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ നിർവഹിക്കേണ്ട ഈ പുരോഹിത ശുശ്രൂഷ. ലോകം മുഴുവനിലേക്കും പടർന്നും പരന്നും ഒഴുകാനുള്ള ഒരനുഗ്രഹം, എ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്. ഇത് പുറപ്പെട്ടു വരുന്നതിന് ഇസ്രായേൽ എന്ന ജനതയെ ഒരു പുരോഹിത രാജ്യമായി ദൈവം ഒരുക്കിയെടുക്കുകയാണ്. അതിന് അവർ ആദ്യം ഒരു വിശുദ്ധ ജനതയായി മാറേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോ, പുരോഹിത രാജ്യമാകുന്നതിന് അവർ ആദ്യം ഒരു വിശുദ്ധ ജനതയായി മാറേണ്ടതുണ്ട്. എ ഹോളി നേഷൻ വിൽ ബിക്കം എ ബ്ലെസ്സിങ് ടു ഓൾ. ദാറ്റ് മീൻസ് എ പ്രീസ്ലി നേഷൻ. ഈ പശ്ചാത്തലത്തിലാണ് 10 കൽപ്പനകളും അതിൻ്റെ അനുബന്ധ നിയമങ്ങളും ജനത്തിന് നൽകപ്പെട്ടത്. കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നത് ആദ്യം നമ്മെ സ്നേഹിച്ച്, നമ്മെ സ്വന്തമാക്കി, നമ്മെ വീണ്ടെടുത്ത്, നമ്മെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ദൈവത്തിന് ജനം നൽകുന്ന പ്രത്യുത്തരവും പ്രതികരണവുമാണ്.
കൽപ്പനകൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭാരമുള്ളതായി മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അടയാളമാണ്? ഒരു ബന്ധമില്ലായ്മയുടെയും സ്നേഹമില്ലായ്മയുടെയും അടയാളമാണ്. ഭാരപ്പെടുത്തുന്ന എല്ലാ കൽപ്പനകളും ദൈവത്തിൻ്റെ സ്നേഹഹൃദയത്തിലേക്ക് ചേർന്നിരിക്കുന്ന ആഴമുള്ളൊരു ബന്ധം രൂപപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്, ക്ഷണമാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ നിയമങ്ങളും പാലിക്കാൻ ഞങ്ങളെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവിനെ അങ്ങ് വർഷിച്ചത്. ഈ വചന വായനയ്ക്കായി അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നോടൊപ്പം വചനം വായിക്കുന്ന എല്ലാവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ ഭാരമില്ലാത്തതായി സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളെപ്പോഴും ഞങ്ങളെക്കുറിച്ച് തന്നെ ഓർക്കുകയും തിരിച്ചറിയുകയും ചെയ്യട്ടെ. ഞങ്ങൾ പുരോഹിത രാജ്യമാണ്, വിശുദ്ധ ജനമാണ്, അങ്ങയുടെ സ്വന്തം ജനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളുടെ കുടുംബത്തെ ദൈവം നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഒരു മനപ്രയാസം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ സങ്കടത്തിൽ കർത്താവ് ഇടപെടുന്നത് കാണാൻ നിങ്ങൾക്കിടയാവും. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.